ന്യൂനപക്ഷങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മരണമാണ് ഗോൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഒരു ക്രിസ്ത്യാനിയായ, കാരണം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാതെ നിങ്ങൾ എന്ത് രാം മന്ദിർ പറഞ്ഞാലും, നിങ്ങൾ എന്ത് UCC പറഞ്ഞാലും, എന്ത് കശ്മീർ പറഞ്ഞാലും, ജനങ്ങൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് അതിനെ കൗണ്ടർ ചെയ്യുന്ന എന്ത് നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ഒന്ന് ആലോചിക്കണം. ഹമാസിൻ്റെ നറേറ്റീവ്, മണിപ്പൂരിൻ്റെ നറേറ്റീവ്, CAയുടെ നറേറ്റീവ്, ബീഫിൻ്റെ നറേറ്റീവ്, എന്തുകൊണ്ട് പെർഫോമൻസിൻ്റെ നറേറ്റീവ് തിരിച്ചു ചോദിക്കുന്നില്ല? കോടതി വിധിച്ചു എന്ത് ചെയ്യണമെന്നുള്ളത്. ആ കോടതി വിധി നടപ്പിലാക്കിയാലും നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളൂ. 19 കേരളത്തിൽ കോൺഗ്രസ് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഈ പ്രാവശ്യം മോദി തോക്കും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും. കേരളത്തിലെ കഥകൾ ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നൊന്നുമില്ലാതെ വടക്കേന്ത്യ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞു. അവിടെ ആൾക്കൂട്ട കൊലപാതകം, പശുവിൻ്റെ പേരിലെ മരണം നിങ്ങൾ പറഞ്ഞു. പക്ഷേ വടക്കേന്ത്യയിൽ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. എപ്പോഴും BJP താങ്ങിയിരുത്തിയിരിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമാണ്. ഈ മെയ്തേയും ഈ കുക്കികളും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പകയാണ്. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ഈ ഒരു മൊത്തം നറേറ്റീവിൽ കൊല്ലപ്പെട്ടവരിൽ മൈതേയും ഉണ്ട്, കൊല്ലപ്പെട്ടവരിൽ കൂക്കികളുമുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ക്രിസ്ത്യാനിയുമുണ്ട്. നമസ്കാരം. അനൂപ് ആൻ്റണി ജോസഫ് എന്ന യുവ BJP നേതാവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് നേതാവായത്, എങ്ങനെയാണ് വളർന്നത്, അദ്ദേഹത്തിന് ഡൽഹിയിലെ ബന്ധങ്ങൾ, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ഇക്കുറി ഒരു സത്യക്രിസ്ത്യാനിയായ അനൂപ് ആൻ്റണി ജോസഫ് എന്തുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത്, മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ എന്താണ് നിലപാട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവാം. അനൂപ്, ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, BJPയുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആണോ? ഇപ്പോൾ തർക്കങ്ങളും പലതും ഉണ്ടെങ്കിൽ പോലും അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നാണ് പലരും പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, അങ്ങനെയാണ് പലരും പറയുന്നത്. എന്തായാലും ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, വംശഹത്യയാണ് ലക്ഷ്യം, ന്യൂനപക്ഷങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മരണമാണ് ഗോൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഒരു ക്രിസ്ത്യാനിയായ, പിന്നെ പേരിൽ ക്രിസ്ത്യാനി മാത്രമല്ല, ഇപ്പോഴും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം ഡൈജസ്റ്റ് ചെയ്യുന്നതും ഇതിനോടൊപ്പം പോകുന്നതും? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പലപ്പോഴും രാഷ്ട്രീയത്തിനകത്ത് നറേറ്റീവുകളുണ്ടല്ലോ. അതായത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചുള്ളൊരു പൊതു അഭിപ്രായം രൂപീകരണം ഉണ്ടല്ലോ. കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, ഇത് ഒരു പരിധിവരെ കേരളത്തിൽ മാത്രം വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ്. നാഷണൽ ലെവലിൽ ഇപ്പോൾ ഞാൻ ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ളൊരു അഭിപ്രായം ആയിരിക്കത്തില്ല അവിടെ ഉണ്ടാവുക. ഗോവയിൽ പോയി കഴിഞ്ഞാൽ അതായിരിക്കത്തില്ല. നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വേറെ ഏറ്റവും വളരെ തിരിഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ BJP കാണുന്നത് വേറെ രീതിയിലാണ്. അവർ ഹിന്ദി വിരോധികളാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു അജണ്ട. കേരളത്തിലാണ്, കാരണം കേരളത്തിൽ വലിയൊരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അതിൽ ക്രിസ്ത്യാനിയും മുസ്ലിം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു നറേറ്റീവ്. കേരളത്തിൽ ഈ കഥ പറയുമ്പോൾ ഞാൻ പലരോടും തർക്കിക്കുന്ന ആളാണ്. ഇപ്പോൾ കേരളത്തിലെ കഥകൾ ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നൊന്നുമില്ലാതെ വടക്കേന്ത്യ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞു. അവിടെ ആൾക്കൂട്ട കൊലപാതകം, പശുവിൻ്റെ പേരിലെ മരണം നിങ്ങൾ പറഞ്ഞു. പക്ഷേ വടക്കേന്ത്യയിൽ അങ്ങനെ അല്ലെന്ന് പറയുന്നു. ഞാൻ അതിലേക്ക് കടക്കാം. ഇപ്പോൾ പറഞ്ഞല്ലോ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞല്ലോ. BJP ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അജണ്ട എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. BJPയുടെ രാഷ്ട്രീയം വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യം, BJPയുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണല്ലോ ഫൈനൽ പൊളിറ്റിക്സ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു 30% വരെ നറേറ്റീവ്, ഐഡിയോളജി ഇതെല്ലാം ഘടകമാണ്. അപ്പോൾ ആ ഐഡിയോളജി വരുമ്പോൾ, നറേറ്റീവ് വരുമ്പം രാം മന്ദിറും ഒക്കെ ഒരു വിഷയമാണ്, UCC ഒരു വിഷയമാണ്, അല്ലെങ്കിൽ കശ്മീർ ഒരു വിഷയമാണ്, പാകിസ്ഥാൻ ഒരു വിഷയമാണ്. ബട്ട് 70% BJPയുടെ സക്സസ് എന്ന് പറയുന്നത് BJPയുടെ പെർഫോമൻസ് ആണ്, ഗവർണൻസിൻ്റെ പൊളിറ്റിക്സ്. കാരണം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാതെ നിങ്ങൾ എന്ത് രാം മന്ദിർ പറഞ്ഞാലും, നിങ്ങൾ എന്ത് UCC പറഞ്ഞാലും, എന്ത് കശ്മീർ പറഞ്ഞാലും, ജനങ്ങൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് 3ാം ടേം ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് BJP ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ മാത്രം പോകുന്നൊരു പാർട്ടി, അല്ലെങ്കിൽ BJP ഇങ്ങനൊരു അജണ്ട വെച്ചുകൊണ്ട് മാത്രം പോകുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഫണ്ടമെൻ്റൽ ഫ്ലോ തന്നെയുണ്ട്. ആ ഒരു ഐഡിയോളജിയിൽ മാത്രം പോകുന്ന ഒരു പാർട്ടി 15 വർഷമായിട്ട്, അതായത് 3ാം ടേമിലേക്ക് പോകുമ്പോൾ 15 വർഷം തുടർച്ചയായി ഭരണത്തിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളം വിട്ടിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം ഭരണത്തിരിക്കുന്നു. അത് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ജനങ്ങളെയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കേരളം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനത്തെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരെ കളിയാക്കുന്ന തുല്യമാണ്. കാരണം അവരെല്ലാം ഹിന്ദു അജണ്ട ഉള്ളതുകൊണ്ട് മാത്രമാണ് BJPയോടെ നിൽക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല എന്നുള്ളൊരിത്. ഒന്നാമത്തെ കാര്യം BJPയുടെ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ച്. ഇപ്പം ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പം നമുക്കറിയാം ഗോവയെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഗോവയുടെ പൊളിറ്റിക്സിനകത്ത് എപ്പോഴും നമ്മൾ നെക്ക് ടു നെക്ക് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. 20 സീറ്റിന് അടുപ്പിച്ച് BJP പലപ്പോഴും വരും, 18 വരും, 21 വരും. എപ്പോഴും BJP താങ്ങിയിരുത്തിയിരിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമാണ്. അതിനകത്ത് എപ്പോഴും നമുക്ക് കുറച്ച് MLA മാരുണ്ടാവും. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. ഞാൻ ഗോവയിലേക്ക് കടക്കുന്നില്ല.
എനിക്ക് പറയാനുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ് ഫസ്റ്റ്. കാരണം നോർത്ത് ഈസ്റ്റ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അരുണാചൽ പ്രദേശ് കൂടാതെ അസാമിൽ നമുക്ക് ഒത്തിരി സ്കൂളുകളുണ്ട്. ഈ അസാമിലൊക്കെ അന്ന് പോകുമ്പം അസാമിൻ്റെ അടുത്താണ് ദിമാപൂർ എന്ന് പറയുന്ന സ്ഥലം, അതായത് നാഗാലാൻഡിൻ്റെ പ്ലെയിൻ. നമുക്ക് ദിമാപൂർ വരെയൊക്കെ പോകാം, കാരണം ദിമാപൂരിൽ നാഗാ പോപ്പുലേഷൻ കുറവാണ്. അത് കഴിഞ്ഞ് മലയിലേക്ക് പോകുമ്പോഴാണ് ഈ നാഗാ പോപ്പുലേഷൻ. ഈ നാഗാ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇൻസർജൻസി ഒക്കെ വളരെ ഇതായിട്ടിരുന്ന സമയമാണ്. NSCN IM ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിൻ്റെ ഒരു പ്രചാരന്മാരെ പോലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, കൊലപ്പെടുത്തുക, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് നമ്മളൊക്കെ വെച്ചാൽ ദിമാപൂർ വരെയൊക്കെ പോകും. അതിനപ്പുറം പോകാൻ നമുക്കും പേടിയാണ്. കോയിമേലൊക്കെ പോകണമെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാനിപ്പം കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് നാഗാലാൻഡിലെ തെരഞ്ഞെടുപ്പാണ്. ഒരു 3 മാസം തന്നെ ആ നാഗാലാൻഡ് തെരഞ്ഞെടുപ്പിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്റ്റാർക്ക് ഡിഫറൻസ് എനിക്ക് കാണാൻ സാധിക്കും. സ്റ്റാർക്ക് ഡിഫറൻസ്. നാഗാലാൻഡ് നമുക്കറിയാം, ഞാൻ മണിപ്പൂരിലേക്ക് പിന്നെ വരാം. നാഗാലാൻഡ് നമുക്കറിയാം, നാഗ എന്ന് പറയുന്നൊരു വലിയ ഗോത്ര വിഭാഗം ക്രിസ്ത്യൻസാണ്, ഭൂരിഭാഗവും ക്രിസ്ത്യൻസാണ്. നാഗാലാൻഡിൽ അവിടെ ഇപ്പം നമുക്കിവിടെ കേരളത്തിൽ BJPക്ക് മൈനോറിറ്റി സെല്ലുണ്ട്. കേരളത്തിൽ BJP മൈനോറിറ്റി സെല്ലിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? മുസ്ലിംസും ക്രിസ്ത്യൻസും. നാഗാലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ BJPയുടെ മൈനോറിറ്റി സെല്ലുണ്ട്. അവിടെ ആരാ പ്രവർത്തിക്കുന്നത് അറിയാം? ഹിന്ദുക്കൾ. നമ്മൾ ആലോചിക്കണം. ആ മൈനോറിറ്റി സെല്ലിൻ്റെ ആളുകൾ. അപ്പം ഞാനവിടെ ചെല്ലുമ്പം ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ ഈ നോർത്ത് ഈസ്റ്റ് വിടുമ്പം ഞാൻ ഈ മൈനോറിറ്റി സെല്ലിൻ്റെ ആളുകൾ എന്നെ കാണാൻ വരുമെന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞു. ഇപ്പോഴൊന്നുമല്ല, മുമ്പ്. അപ്പോൾ ഞാൻ കരുതിയപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾ നമ്മളെ കാണാൻ വരും എന്നൊരു പ്രതീതിയിലിരിക്കുകയായിരുന്നു. നോക്കുമ്പോഴത്തേന് ശർമ്മ, പാണ്ഡെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരുന്നു. ഞാൻ മൈനോറിറ്റി അല്ലേ? അതെ, ഞങ്ങൾ മൈനോറിറ്റി സെല്ലാണ്. കാരണം അവിടെ ഹിന്ദുവാണ് മൈനോറിറ്റി, അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ക്രിസ്ത്യൻ. ഇപ്പം നാഗാലാൻഡിൽ ഇപ്പം പുതിയ സംസ്ഥാന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നു. ഞാൻ യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ബെഞ്ചമിൻ, ഒരു തികഞ്ഞ ക്രിസ്ത്യാനി. അവിടെ സംസ്ഥാന പ്രസിഡന്റ് BJP ആണ്. അവിടുത്തെ ഭാരവാഹികളിൽ ഒരു 90% BJP ക്രിസ്ത്യൻസാണ്. അവിടുത്തെ ഇപ്പം BJP അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ. ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന എല്ലാം ക്രിസ്ത്യാനി, മന്ത്രിമാരെല്ലാം ക്രിസ്ത്യാനികൾ, മുഴുവൻ ക്രിസ്ത്യാനികളാണ് അവിടെ. മിസോറാമിൽ പോയി, ഞാൻ അതിൻ്റെ കൂടെ തന്നെ മിസോറാമിൽ പോയി. വളരെ രസകരമായ കാര്യമാണ്. ഞാൻ മിസോറാമിൽ നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് ഒരു മലയുടെ സൈഡിലാണ്. മുകളിലത്തെ ഭാഗത്താണ് ഓഫീസ്, താഴത്തെ ഭാഗം അതും സ്പേസാണ്, ഓഫീസ് സ്പേസ് പോലെ ഒരു പണിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ഹോള്, ഞാൻ ആദ്യമേ കയറി ചെല്ലുന്ന ഈ ഹോളിലേക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് പിള്ളേർ ഇരുന്നുകൊണ്ട് മറ്റേ ഡ്രമ്മൊക്കെ മുറുക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി? അപ്പോൾ നാളെ രാവിലെ ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പ്രാർത്ഥന? നാളെ രാവിലെ കുർബാനയില്ലേ? അപ്പോഴാണ് BJP ഓഫീസിനകത്ത് രാവിലെ ചാപ്പലിൽ പ്രാർത്ഥന. അവിടെ നോക്കിയപ്പോൾ ഒരു ചെറിയ ചാപ്പൽ പണിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ആളുകൾക്ക് അറിയാമോ? അത് മിസോറാമിലെ BJPയുടെ സ്റ്റേറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഊഹിക്കാവും, നമ്മുടെ മാരാർജി ഭവനിൽ ഒരു ക്ഷേത്രം തുടങ്ങിയിരുന്നെങ്കിൽ കേരളത്തിലുണ്ടാകുന്ന പുകലൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതേ സമയത്ത് ഞാൻ നാഗാലാൻഡിൽ പോകുമ്പോഴും ഞാനിവിടെ മിസോറാമിൽ പോകുമ്പോഴും പാർട്ടി ഓഫീസിനകത്ത് പള്ളി, അവിടെ ഞായറാഴ്ചകളിൽ പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞില്ല, ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് വളരെ ആപേക്ഷികമാണ് ഈ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഈ ഇൻക്ലൂസിവിറ്റി ഇല്ലായിരുന്നെങ്കിൽ BJP ഒരിക്കലും നാഗാലാൻഡിൽ ഭരണത്തിൽ വരത്തില്ലായിരുന്നു. BJP ഇന്ന് അവിടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. 12 MLA-മാരുമായിട്ട് നമ്മളിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നിരവധി മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള നാഗാലാൻഡിൽ നിന്ന് ഭരിക്കുകയാണ്. ഈ നാഗാലാൻഡിൽ ഒരു 15 വർഷം മുമ്പ് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഒരു വിവേകാനന്ദ കേന്ദ്ര പ്രവർത്തകനോ ഒരു RSSകാരൻ എന്ന പേര് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നവിടെ ഒത്തിരി പേരുണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ. അപ്പോൾ ഈ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ ഒരു പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തേക്ക് ഈ നാഗാലാൻഡിൽ സംഭവിച്ചതോ മിസോറാമിലൊക്കെ സംഭവിക്കുന്നതോ അല്ല അരുണാചൽ പ്രദേശ് സംഭവിച്ചതോ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് നല്ല ഒരു വലിയ ഭാഗം ക്രിസ്ത്യൻസാണ്, 40% അടുപ്പിച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്. ആ അരുണാചൽ പ്രദേശിലെ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻസിനാണ് ഒരു വലിയൊരു ഘടകം. ബുദ്ധിസ്റ്റ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, പിന്നെ അവിടുത്തെ ട്രൈബൽ റിലീജിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ അത് അവിടെ ഹിന്ദുക്കളാണ് കൂടുതൽ. അവിടെ ഹിന്ദി പറയുന്ന ഹിന്ദുക്കളാണ്. പക്ഷെ അവിടെ ഒത്തിരി ട്രൈബൽസ് ഉണ്ട്. നാഗാലാൻഡിലും മണിപ്പൂരിലും മിസോറാമിലും ഉള്ള പോലെ വളരെ ഇവിടെയൊക്കെ വെച്ചാൽ 1-2 ട്രൈബൽസേ ഉള്ളൂ. അവിടെ ചെന്ന് 100 കണക്കിന് ട്രൈബൽസ് ആണ്. ചെറിയ ഗോത്രവർഗ്ഗങ്ങൾ, 100 പേരുള്ള ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം പൊതുവെ ഹിന്ദുക്കളാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ പാർട്ടിയിൽ നേതാക്കന്മാരെല്ലാം ക്രിസ്ത്യൻസ് ആണ്. ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഈ നറേറ്റീവ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു അതായത് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി വിരുദ്ധരാണ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയം, അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യമാണ്. അതിന് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞു, 2014 മുമ്പ് BJPയുടെ അവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു കേരളത്തിൽ. പക്ഷേ 2014 ശേഷം ഇപ്പം ഞാനിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം, ഇപ്പം നമ്മുടെ ഈ ഓഫീസ് ഇരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, രാജഗോപാൽജി അന്ന് 13,000 വോട്ടിന് ശിഷ്ടം എങ്ങാണ്ടാണ് അന്ന് തോൽക്കുന്നത്. 15,000 വോട്ടിന് അടുപ്പിച്ചാണ് അദ്ദേഹം തോൽക്കുന്നത്. അന്ന് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. നമ്മൾ 15% വോട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അതിനുശേഷം അടുത്ത നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ പല സീറ്റിലും 2ാം സ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ കഴക്കൂട്ടമൊക്കെ 2ാം സ്ഥാനത്ത് വന്നു. തിരുവനന്തപുരം നിയമം നമ്മൾ ജയിക്കുന്നു. വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾക്ക് നമ്മൾ 2ാം സ്ഥാനത്ത് വരുന്നു. ഈ ഒരു മുന്നേറ്റം വരികയും കോൺഗ്രസിൻ്റെ നാഷണൽ ലെവലിലുള്ള അപജയം,
നമ്മൾ 2019 കേരളത്തിൽ കോൺഗ്രസ് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഈ പ്രാവശ്യം മോദി തോക്കും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും, നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അങ്ങൊരു നറേറ്റീവ് വന്നു. അന്ന് അത് കാരണം ഒരു വലിയൊരു വിഭാഗം അന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തു. പക്ഷെ പിന്നീട് ആളുകൾക്ക് മനസ്സിലായി ഈ ഒരു കോൺഗ്രസിന് വലിയ ഭാവി ദേശീയ തലത്തിൽ മോദി ഇരിക്കുന്നിടത്തോളം കാലം, BJP സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം നാഷണൽ ലെവലിൽ വരാൻ സാധ്യതയില്ല. പിന്നെ രാഹുൽ ഗാന്ധി എന്ന നേതാവിലും ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇത് കുറഞ്ഞു, അഭിപ്രായം കുറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് കൂടിയ കൂട്ടത്തില്ല എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെങ്ങാനും ഒന്നടങ്കം BJPയുമായിട്ട് അല്ലെങ്കിൽ BJPക്ക് സപ്പോർട്ടായിട്ട് മാറിയാലോ എന്ന് കോൺഗ്രസിനുള്ളിലും CPM-നും വലിയൊരു ആശങ്കയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ മുഖം തിരിച്ചിട്ട് കാര്യമില്ല. ആ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു നറേറ്റീവ് കേരളത്തിൽ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ അസംബ്ലി സമയത്തും ഉണ്ടാകുന്ന നറേറ്റീവ്സിനെ വ്യക്തമായിട്ടൊന്ന് പഠിക്കണം. BJP എപ്പോഴും എന്ത് നറേറ്റീവായിട്ട് ഇറങ്ങുന്നത്? മോദി എന്ന നറേറ്റീവ്, അല്ലെങ്കിൽ മോദി നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ നറേറ്റീവ്. അതിനെ കൗണ്ടർ ചെയ്യുന്ന എന്ത് നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ഒന്ന് ആലോചിക്കണം. ഹമാസിൻ്റെ നറേറ്റീവ്, മണിപ്പൂരിൻ്റെ നറേറ്റീവ്, CAയുടെ നറേറ്റീവ്, ബീഫിൻ്റെ നറേറ്റീവ്. എന്തുകൊണ്ട് പെർഫോമൻസിൻ്റെ നറേറ്റീവ് തിരിച്ചു ചോദിക്കുന്നില്ല? മോദി ഇന്ന കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ മോദി ഇന്ന കാര്യം തെറ്റ് ചെയ്തു. ഞാൻ ചോദിക്കുകയാണ്, എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, ഈ കോൺഗ്രസ്സുകാരോ ഈ ലെഫ്റ്റോ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പം മോദി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവർണൻസിൻ്റെ കാര്യത്തിൽ ഇന്ന കാര്യത്തിൽ വീഴ്ചയായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കയറി വരത്തില്ല. നമ്മുടെ വീട്ടിൽ കയറി വരുന്നത് എന്താണ്? നമ്മുടെ ക്രൈസ്തവരുടെ വീട്ടിലൊക്കെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് കോൺഗ്രസ്സുകാർ കയറി വന്നിട്ട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, കണ്ടു മണിപ്പൂരാണ്, ഓർമ്മയില്ലേ? എന്തുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡിബേറ്റിലോ ഡിസ്കഷനിലോ പോകുന്നില്ല? അതുകൊണ്ടൊരു തെറ്റിദ്ധാരണയുടെ ഒരു അന്തരീക്ഷം ഇവിടെ കേരളത്തിൽ ഇങ്ങനെ രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇതിനെ ഒരു ബബിൾ എന്ന് വിളിക്കും. ഈ ബബിൾ എപ്പോഴും ബേസ്റ്റ് ചെയ്യാം. ആ ബബിൾ ബേസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് BJP. അത് ഏത് നിമിഷവും സംഭവിക്കാം. ഇതൊരു സർട്ടൺ കാര്യമാണ്, ഇത് എന്തുകൊണ്ടും സംഭവിക്കാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹിന്ദുത്വ രാഷ്ട്രീയമല്ലേ BJP ഇല്ലത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രാമക്ഷേത്രം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പം പാർലമെൻറ്റ് മന്ദിരത്തെ ഉദ്ഘാടനത്തിൽ ചെങ്കോല് കൊണ്ടുവരുന്നു. ഇതിനൊക്കെ ഒരു ഹിന്ദുത്വ നറേറ്റീവിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചോടെ, ഇപ്പം സിഖ് കമ്മ്യൂണിറ്റി ഇന്ന് ഭാരതത്തിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് സിഖ്. അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. സിഖിനകത്ത് നമുക്കറിയാം ജാട്ട് സിഖുണ്ട്, നോൺ ജാട്ട് സിഖുണ്ട്. ഈ നോൺ ജാട്ട് സിഖുകളാണ് കൂടുതലും ഡൽഹിയിലൊക്കെ ഉള്ളത്. ജാട്ട് സിഖുകൾ നമുക്കറിയാം കൂടുതലും പഞ്ചാബിലൊക്കെ ഉണ്ട്. ഖാലിസ്ഥാനി മൂവ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒത്തിരി കണക്ഷൻസും അതൊക്കെ നമുക്കറിയാം. നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കധികം വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഒന്നുമല്ല. പഞ്ചാബിലാണ് ഒരു മേജറായിട്ടുള്ളത് ഈ ജാട്ട് സിഖുകൾ. എന്നിട്ട് കൂടി അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡുകളായിട്ടുള്ള ഇപ്പോൾ കർത്താർപൂർ കോറിഡോർ, പാകിസ്ഥാനുമായിട്ടുള്ള കോറിഡോർ, അല്ലെങ്കിൽ അവരുടെ വീർ ബാൽ ദിവസ്, അതായത് അവരുടെ ഷഹസാദ എന്ന് പറഞ്ഞാൽ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ മക്കൾ, അവരുടെ ബലിദാന ദിവസം, അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഡിമാൻഡുകൾ അങ്ങോട്ട് മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിജി എത്ര കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഒത്തിരി പ്രാവശ്യം കണ്ടു നരേന്ദ്രമോദിജി സിഖുകാരുടെ പകിടിയും ധരിച്ചുകൊണ്ട് ഗുരുദ്വാരയിൽ പോയി പ്രാർത്ഥന നടത്തുന്നത്. ഇത് ഹിന്ദുത്വമാണോ? കാരണം സിഖ് എന്ന് പറയുന്നത് വേറെ കമ്മ്യൂണിറ്റിയാണ്. ഇത് സിഖ് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അവർ നമുക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ല, നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. 2, ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് ഇപ്പം നമുക്കെല്ലാം ഓർമ്മയുണ്ട്, അന്ന് ആ ക്രിസ്മസ് പരിപാടി ഓർഗനൈസ് ചെയ്ത ഒരാൾ ഞാനും കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ 25-ാം തീയതി നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസത്തിൽ ഉച്ചയ്ക്ക് അവിടെ എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു ക്രിസ്മസ് പരിപാടി നടത്തി. അത് നടത്തിയില്ലായിരുന്നു എന്തായിരുന്നു പ്രധാനമന്ത്രി കുഴപ്പം? അത് നടത്തിയത് കൊണ്ട് പ്രധാനമന്ത്രി ഈ ലോക്സഭ ഇലക്ഷന് തോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ പരിപാടി നടത്തിയില്ലെങ്കിലും പ്രധാനമന്ത്രിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഈസ്റ്ററിന് പള്ളിയിൽ പോയി, പ്രാർത്ഥനാ സമയത്ത് പള്ളിയിൽ പോയിരുന്നു, അവിടെ ഇരുന്നു, മെഴുകുതിരി എത്തിച്ചു, പ്രാർത്ഥിച്ചു, അദ്ദേഹം തിരിച്ചു വന്നു. റോമിൽ പോയി സ്പെഷ്യലായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മാർപ്പാപ്പയുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ പോയി മാർപ്പാപ്പയെ കണ്ടു, തിരിച്ചു വന്നു. മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത വർഷം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കുന്നു. ഞാൻ സിഖുകാരുടെ കാര്യം പറഞ്ഞു, ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യണം രാമക്ഷേത്രമായിട്ട്. രാമക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ആലോചിക്കണം, 80% മുകളിൽ വരുന്ന ഹിന്ദുക്കൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. ആ രാമക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി വന്നതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ രാമക്ഷേത്രം എന്ന് പറയുന്ന വലിയ വികാരം, കാരണം കോടതി വിധിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. ആ കോടതി വിധി നടപ്പിലാക്കിയാലേ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളൂ. കോടതി വിധിച്ചത് അവിടെ ഒരു ക്ഷേത്രം വരണമെന്നായിരുന്നല്ലോ. ആ കോടതി വിധിച്ച പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിയും എഗ്രി ചെയ്തു, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പള്ളി പണിഞ്ഞോളാം, ഇവിടെ രാമക്ഷേത്രം വരണം. ആ രാമക്ഷേത്രം പണിഞ്ഞു എന്നല്ലാതെ വേറെന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം? കോടതി വിധി നടപ്പിലാക്കി എന്നല്ലാതെ എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്നത്? സർക്കാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, പ്രധാനമന്ത്രിയുടെ ഇനിഷ്യേറ്റീവ്. അതൊക്കെ മതാചാര്യമാർക്ക് വിട്ടുകൊടുത്താൽ പോരെ. മതാചാര്യമാരാണല്ലോ ചെയ്തത്, സർക്കാർ അല്ലല്ലോ അതിനകത്ത് പണിഞ്ഞത്. ഇപ്പം രാമക്ഷേത്ര ഒരു ട്രസ്റ്റാണ്, രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റാണ് ആ ക്ഷേത്രം പണിഞ്ഞത്. അതിൻ്റെ 1 രൂപ പോലും സർക്കാർ എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇല്ല.
എല്ലാം ഇവിടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടുത്തെ ഓരോ സാധാരണക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പൈസ കൊണ്ടാണ് ആ ക്ഷേത്രം അവിടെ വന്നിരിക്കുന്നത്. ഓരോ സാമുദായിക സംഘങ്ങൾ കൊടുത്ത പൈസയുണ്ട്, വിശ്വാസികൾ കൊടുത്ത പൈസയുണ്ട്, NRIs കൊടുത്ത പൈസയുണ്ട്. ആ പൈസ കൊണ്ടാണ് അവിടെ പണിയിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്തുള്ളത്? ഇപ്പോൾ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഒരു സ്വാമിജി എപ്പോഴും കാണുന്നുണ്ട്. അതൊരു ആചാര്യനല്ലേ? അല്ലെങ്കിൽ ഇവിടെയുള്ള പേജാവർ മഠിലെ സ്വാമിജി, അദ്ദേഹം ആചാര്യനല്ലേ? അങ്ങനെ എത്ര സ്വാമിമാരാണ് അതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് നരേന്ദ്രമോദി പണിഞ്ഞത്? നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് പോയി, രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, ഒരു ഏറ്റവും വലിയ രാമഭക്തനായിട്ടുള്ള വിശ്വാസിയല്ലേ, ഈ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം സംഘർഷം നടത്തിയ വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് അവിടെ പോകാനുള്ള അധികാരമില്ലേ? അപ്പോൾ അനൂപ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന്. ഒരു കാര്യവുമില്ല. കാരണം ഞാൻ എണ്ണി പറയുകയാണ്, ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നെങ്കിൽ ഈ നാഗാലാൻഡിലുണ്ടായിരുന്ന ഇൻസർജൻസി തീരുമായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഗാലാൻഡ് എന്ന് പറഞ്ഞ ഇൻസർജൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഇച്ചിരി മതമൊക്കെ ഉണ്ട് ആ ഇൻസർജൻസിയുടെ പിന്നിൽ. ആ ഇൻസർജൻസി തീരുമായിരുന്നു, ആ നാഗാലാൻഡിൽ നിന്ന് BJP ക്ക് അധികാരം കിട്ടുമായിരുന്നു. അധികാരം കിട്ടുക മാത്രമല്ല തുടരുമായിരുന്നു. BJP രണ്ടാമത്തെ ടേമിലാണ് ഇപ്പോൾ അവിടെ അധികാരത്തിരിക്കുന്നത്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് നാഗാലാൻഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കതെല്ലാം ഓർക്കണം. മിസോറാമിൽ തെരഞ്ഞെടുപ്പ് നടന്നു. മിസോറാമിൽ കോൺഗ്രസ് പറഞ്ഞത് ഈ കൂക്കി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അതേ കമ്മ്യൂണിറ്റിയാണ് സോ എന്ന് പറയുന്ന മണിപ്പൂരുള്ള മിസോ. ആ മിസോ കോൺഗ്രസിന് വോട്ട് കൊടുത്തു. ഈ ഭാഗത്തെല്ലാം BJP ഇപ്പോഴും NED എന്ന് പറഞ്ഞ അലയൻസ് അല്ലേ അവിടെ അധികാരത്തിൽ വന്നത്. മേഘാലയയിൽ ഇപ്പോൾ ഇരിക്കുന്നത് BJPയുടെ അലയൻസ് അല്ലേ അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഈ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അധികാരത്തിൽ വരരുതല്ലോ BJP. ഈ പറഞ്ഞൊരു പ്രശ്നം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് മണിപ്പൂരിലേക്ക് പോകാം. ഞാൻ അനൂപിൻ്റെ 1-2 പ്രഭാഷണം കേട്ടിരുന്നു. ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു അച്ഛൻ കരയുന്ന പടമൊക്കെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അവിടെ പോയി കണ്ടിട്ട് സങ്കടം. അപ്പോൾ ഇവർ ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനൊരു അകലം, ഞാൻ ഈ മണിപ്പൂർ വിഷയത്തിൽ എനിക്ക് ആദ്യം തന്നെ ആ വിഷയത്തിൽ എനിക്ക് സംശയം തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷം അല്ലാന്ന് എനിക്ക് തോന്നാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയും, ഈ ഇത്രയും വൈകാരികമായി ഇത് പറയുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതൊക്കെ ഈ നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ക്രിസ്ത്യാനിയോട് ഇത്ര സ്നേഹം കൊണ്ടാണ് കാര്യമില്ല, അവർക്ക് ഇത്രയും സ്നേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് ആദ്യം തന്നെ സംശയമുണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച ആളെന്ന നിലയിൽ മണിപ്പൂരിൽ പക്ഷേങ്കിൽ പോലും തിരഞ്ഞെടുപ്പായപ്പോൾ മണിപ്പൂർ വിഷയവും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിലും പള്ളികൾ കത്തിക്കുന്ന ചിത്രങ്ങളൊക്കെ പലതും വന്നിരുന്നു. ഇത് വല്ലാതെ ക്രൈസ്തവ വിഭാഗത്തെ ബാധിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു, വല്ലാതല്ലേ പോലും സംശയം ഉണ്ടാക്കുന്നു. ആദ്യം മണിപ്പൂരിനെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ ഒരു കൊല്ലപ്പെട്ടവരെല്ലാം ക്രിസ്ത്യാനികളാണ്, കൊല നടത്തിയതൊക്കെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തികളാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കിതിനകത്ത് മതമില്ല, ഗോത്രം മാത്രമാണെന്ന് പറയാൻ പറ്റൂ? ഇല്ല, ഈ വസ്തുതയിൽ തന്നെ തെറ്റുകളുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ അവിടുത്തെ മണിപ്പൂർ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ലിസ്റ്റുണ്ട് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, അവരുടെ ഏത് മതവിഭാഗമാണ്, അവർ ഏത് ഗോത്രമാണ്, അതെടുത്ത് നോക്കണം. അതിനകത്ത് കൊല്ലപ്പെട്ടവരിൽ മൈത്തേയും ഉണ്ട്, കൊല്ലപ്പെട്ടവരിൽ കൂക്കികളുമുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ക്രിസ്ത്യാനിയുമുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു മുസ്ലിമും ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മണിപ്പൂരിൽ മുസ്ലിം ഉള്ള കാര്യം ആർക്കും അറിയത്തില്ല, ഈ പ്രചരിപ്പിക്കുന്ന അറിയത്തില്ല. അല്ല, മണിപ്പൂരിൽ പലർക്കും അറിയാത്ത കാര്യമാണ്, മണിപ്പൂരിൽ തമിഴരുണ്ട്, വലിയ വിഭാഗം തമിഴരുണ്ട്. ഈ പണ്ട് നമ്മൾ ഈ ബർമയിലൊക്കെ ജോലിക്ക് പോയ ഈ തേയില നുള്ളാനും ഒക്കെ പോയ തമിഴന്മാരുണ്ടല്ലോ, അവരിപ്പോൾ അവിടെ സെറ്റിൽഡാണ്. ഈ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ മ്യാൻമാർ ബോർഡറാണല്ലോ അത്, അവരും ഈ പ്രശ്നത്തിൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഈ മണിപ്പൂർ വിഷയം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ദൗർഭാഗ്യകരമായ ഒരു വിഷയം തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചത്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈക്കോടതി തന്നെയാണ്. കാരണം ഒരു ഇച്ചിരി ജഡ്ജ്മെൻറ്റിനകത്തൊരു പിഴവ് പറ്റിയോ എന്ന് എല്ലാവരും സംശയിക്കുന്ന ഒരു ഇതാണ്. ജഡ്ജ്മെൻ്റ് എന്ന് ഞാൻ പറയത്തില്ല, അതിൻ്റെ ഒരു ടൈമിങ്ങിലൊരു തെറ്റ് പറ്റിയോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത രീതിയിലൊരു തെറ്റ് പറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൻ്റെ ഒറിജിൻ എവിടെയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പിന്നെ പോകാം. ഞാൻ അതിൻ്റെ ഒറിജിനിലേക്ക് വരാം. ഈ ഒരു സംഘർഷത്തിൻ്റെ ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നു, മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നു. അതായത് ഈ മൈത്തേയി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവിടെ, കൂക്കി എന്ന് പറയുന്ന വിഭാഗമുണ്ട്, നാഗ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, വേറെ വിഭാഗങ്ങളുണ്ട്. ഇത് മൂന്നാണ് അവിടുത്തെ ഏറ്റവും മുഖ്യമായ വിഭാഗങ്ങൾ. മൈത്തേയിനകത്ത് ഹിന്ദു മാത്രമല്ല, മൈത്തേയി ക്രിസ്ത്യൻസ് മെജോറിറ്റി ഹിന്ദുവാണ്. മൈത്തേയി ക്രിസ്ത്യൻസ് ഉണ്ട്, മൈത്തേയ്ക്കകത്ത് എന്ന് പറയുന്നത് അതെ. അതിനകത്ത് തന്നെ സനാമഹി എന്ന് പറയുന്നൊരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് മുസ്ലിംസും ഉണ്ട്. ഇതുപോലെ തന്നെ കൂക്കിക്കകത്ത് ചെറിയൊരു വിഭാഗം ഹിന്ദുസ് ഉണ്ട്, ചെറിയൊരു വിഭാഗം സനാമഹി ഉണ്ട്, ഒരു മെജോറിറ്റി വിഭാഗം ക്രൈസ്തവരുണ്ട്. നാഗ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അതിനകത്തുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണ്. നമ്മൾ അവിടുത്തെ പോപ്പുലേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു മണിപ്പൂരിലും BJPയുടെ മൈനോറിറ്റി മോർച്ചയ്ക്കകത്ത് ഹിന്ദുസാണെന്ന് തോന്നുന്നു. എൻ്റെ ഇത് ശരിയാണല്ലോ. കാരണം ക്രിസ്ത്യൻസും ഹിന്ദുസും ഒപ്പത്തിനൊപ്പമാണ് അവിടുത്തെ പോപ്പുലേഷൻ. 40%, 41% അങ്ങനെ കണ്ടാണ്. അപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും. അതുകൊണ്ടൊരു ക്രൈസ്തവ മൈനോറിറ്റിയും ഹിന്ദു മെജോറിറ്റിയും എന്നുള്ളൊരു നറേറ്റീവ് ആദ്യമേ തന്നെ തെറ്റാണ്. ഞാൻ ആ വസ്തുത അങ്ങ് തിരുത്താണ്.
പിന്നെ രണ്ട് അതാണ്. പക്ഷെ നമ്മൾ കേട്ട ഫിഗേഴ്സ് ഒക്കെ അല്ല പറയുന്നത് കൃത്യമാണ്, തിരക്കി നോക്കിക്കോളൂ. അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. കാരണം ഈ ക്രൈസ്തവരിൽ നാഗയും പെടുന്നുണ്ട്, നാഗ എന്ന് പറയുന്നൊരു പോപ്പുലേഷൻ പെടുന്നുണ്ട്, കൂക്കിയും പെടുന്നുണ്ട്, മൈത്തിയിലുള്ള ക്രൈസ്തവരും പെടുന്നുണ്ട്. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഹിന്ദുക്കളും ഇവരും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. ഈ ഹൈക്കോടതി വിധി വന്നു. ഈ ഹൈക്കോടതി വിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഈ മൈത്തേയി കൂടാതെ മറ്റ് രണ്ടും ഗോത്ര വിഭാഗങ്ങളാണ്. ST സ്റ്റേറ്റസ് ഉണ്ട്, ഷെഡ്യൂൾ ട്രൈബ് സ്റ്റേറ്റസ് ഉണ്ട്. മൈത്തേക്കാരുടെ ഡിമാൻഡ് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കും തരണം ST സ്റ്റേറ്റസ്, വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡാണ്. അപ്പം കാരണം ST സ്റ്റേറ്റസ് കിട്ടുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആനുകൂല്യങ്ങൾ കിട്ടും, അവർക്ക് ഒത്തിരി മുൻഗണന കിട്ടും, റിസർവേഷൻസ് കിട്ടും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഈ കോടതി വിധി എന്താണ്? ഇവരുടെ ഈ അംഗീകാരം, ഇവരുടെ ഡിമാൻഡ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മണിപ്പൂർ സംസ്ഥാന സർക്കാരിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇത് മതി, ഇതാണ് അവിടെ ആളിക്കത്തിയത്. ഉടനെ തന്നെ കൂക്കികൾക്കാണുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കൂക്കികളാണ് അവിടുത്തെ ഏറ്റവും വലിയ ST സ്റ്റാറ്റസ് അനുഭവിക്കുന്ന ആളുകൾ. പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇത് ST സ്റ്റേറ്റസ് അല്ലെങ്കിൽ SC സ്റ്റേറ്റസ് കിട്ടുന്ന ആൾക്ക് അത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ, അവൻ്റെ നാട്ടിൽ തന്നെ ഉള്ള വേറൊരാൾ കിട്ടുമ്പോൾ പെട്ടെന്നൊരു ഇത് വരും, അസൂയയും മറ്റു പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ അവർ തമ്മിൽ നേരത്തെ പഴക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് കൂടും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. കാരണം നമുക്ക് മണിപ്പൂരിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി മുമ്പോട്ട് പോകുന്നില്ല, ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിലും ഇൻസർജൻസി വളരെ പീക്കായിട്ട് എന്നൊരു സ്ഥലമാണ് മണിപ്പൂർ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ 11ാം ക്ലാസ്സിൽ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് നാഗാലാൻഡ് ഈ മണിപ്പൂരിൽ നിന്നുള്ള പിള്ളേർ അവിടെ പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്കന്ന് അറിയത്തില്ല എന്തിനാണ് ഇവർ പഠിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സ്കൂളെല്ലാം വലിയ ഇതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് മനസ്സിലായി അവിടെ തീവ്രവാദം ഉള്ളതുകൊണ്ട് ഇവന്മാരെല്ലാം തീവ്രവാദി പോകുന്നു പേടിച്ചിട്ട് അച്ഛനമ്മമാർ പൈസ കൊടുത്ത് ഇവിടെ വിട്ട് പഠിപ്പിക്കുകയാണ്, ബോർഡിംഗ് നിർത്തി പഠിപ്പിക്കുകയാണ്. ഇവന്മാരെല്ലാം ഒരു ജോലി കിട്ടിയതിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല, തിരിച്ചും പോത്തുമില്ല ഇവരാരും. അന്ന് ഭയങ്കര തീവ്രവാദം പീക്കിൽ എന്നും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ തീവ്രവാദം അവിടെ തുടങ്ങിയത് ലെഫ്റ്റാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അവിടെ ഈ തീവ്രവാദം തുടങ്ങുന്നത്. അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കണം. അറിയാലോ അവിടെയുള്ള എല്ലാം വിഘടനവാദം, പുതിയ രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു കൺസെപ്റ്റ്, അതെന്നും അവിടെ കത്തി നിന്നിരുന്നു. പിന്നീട് അതൊക്കെ പറയുന്നത് കൂക്കി നാഷണലിസം, അതായത് കൂക്കികൾക്കെല്ലാം ഒരു സ്വന്തമായിട്ട്, ഇപ്പം ഈ സർദാർമാർ പറയുന്നത് പോലെ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട്, ഖാലിസ്ഥാനികൾ പറയുന്നത് പോലെ ഞങ്ങൾക്കൊരു സ്വന്തമായ രാഷ്ട്രം ഉണ്ടാകണമെന്ന് പറയുന്ന വിഘടനവാദം കൂക്കികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. മ്യാൻമാറൊക്കെ ചേർന്നുണ്ട്, അതിന് ചൈന ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ വിഘടനവാദം എല്ലാം. കാരണം ബോർഡറിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈസിയായിട്ട് ഫണ്ട് വരും, ഈസിയായിട്ട് അവർക്ക് വെപ്പൺസ് വരും. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് UPA സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട്, എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷത്തിൽ വലിയൊരു എഫേർട്ട് നടത്തി ഇവരെല്ലാം സറണ്ടർ ചെയ്യിപ്പിച്ച്, ഇവരുടെ എല്ലാം വെപ്പണെല്ലാം പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കൊടുപ്പിച്ച് ഇവരെല്ലാം ഒരു സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് നിർത്തിയിരിക്കുകയായിരുന്നു കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ഈ ഒരു ട്രിഗർ വന്നപ്പോഴത്തേക്ക് ഈ ഒരു വിഘടനവാദത്തിന് ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സായിട്ട് പുറത്ത് എവിടെയാണോ ആളുകൾ ഇരിക്കുന്നത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവർ ഈ പറഞ്ഞ ഈ ബെഞ്ചിലിരിക്കുന്ന, അതായത് നമ്മളറിയാലോ റിട്ടയർമെൻറ്റ് മോഡിലിരിക്കുന്ന തീവ്രവാദികളെല്ലാം വീണ്ടും ഇറക്കി. അവരോട് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ. അവർ പോയി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അവിടെയുള്ള വെപ്പൺസ് തട്ടിയെടുത്തു. അങ്ങനെയാണ് അവിടെ സംഘർഷം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പൊട്ടുന്നത്. ഇത് കുറച്ച് വസ്തുതകളാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പൊട്ടിപ്പൊറൽ ഇത് വന്ന ശേഷം ഉടനെ തന്നെ ഇതിനകത്ത് മെയ്ത്തികളല്ലേ അല്ല, രണ്ടു കൂട്ടരുണ്ട്, കൂക്കികളും. അതിന് കാരണം വെച്ചാൽ കൂക്കി നാഷണൽ ഫോഴ്സോ അങ്ങനെ എന്താ പറഞ്ഞൊരു ഒരു സംഘടനയുണ്ട്. അതൊരു വിഘടനവാദ തീവ്രവാദ സംഘടനയാണ്. അവരുടെ ഒരു വലിയ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട്. അവരെ എല്ലാം ഈ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിൽ കൂടെ അവരുടെ നേതാക്കന്മാരെല്ലാം ഇരിക്കുമായിരുന്നെങ്കിൽ അവരുടെ കാഡർ ഇപ്പോഴും ആ ഒരു സ്പിരിറ്റിലിരിക്കുന്ന ആളുകളാണ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിനെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിച്ചു. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. അതിനകത്ത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്. പലപ്പോഴും ആളുകൾ പലതും ചോദിക്കാറുള്ള PM എന്തുകൊണ്ട് പല ഇതും കൊടുക്കുന്നില്ല എന്നുള്ളതിന് എൻ്റെ മറുപടി ഇതാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ വിഷയമായി മാത്രം കാണരുത്. കാരണം നമ്മളിപ്പോൾ 2 വാർ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഓൾറെഡി. ഒന്ന് ചൈന, ഒന്ന് പാകിസ്ഥാൻ. ഒരു വലിയൊരു വാർ ഫ്രണ്ട് നാളെ തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മ്യാൻമാർ ആയിരിക്കും. അതിന് ഏറ്റവും വളരെ പോറസ് ആയിട്ടുള്ള ബോർഡറാണിത്. ഈ മണിപ്പൂർ വിഷയത്തിന് ശേഷം ആളുകൾ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ അവിടെ മുഴുവൻ ഇത് കോൺക്രീറ്റ് കൊണ്ട് വോൾ ചെയ്യാൻ പോവാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേഷൻ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വെപ്പൺസും ആയുധങ്ങളും തീവ്രവാദ ഇതും വരുന്നത് മ്യാൻമാർ ബോർഡറിൽ കൂടാണ്. നമ്മൾ ആദ്യമായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ ഗവൺമെൻറ് നടത്തിയത് പാകിസ്ഥാനിലല്ല, നമ്മൾ നടത്തിയ മ്യാൻമാറിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പലർക്കും അറിയത്തില്ല. ഇതിന് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ട് ഈ പൊളിറ്റിക്സിന്. അതുകൊണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഓരോ പ്രധാനമന്ത്രി പദത്തിയിരിക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞൊരു മണിപ്പൂരിലെ വിഷയത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. ഈ ഒരു വിഷയം പൊട്ടിപ്പുറപ്പെട്ടല്ലോ, ഇതിനകത്ത് ഈ ഒരു പക വർഷങ്ങളായിട്ട് ഇവർ തമ്മിലുണ്ടായിരുന്നു.
ഈ മെയ്തേയും ഈ കുക്കികളും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പകയാണ്. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ഈ ഒരു മൊത്തം നറേറ്റീവിൽ. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇതിനെ പ്രചരിപ്പിക്കുന്നവർ ഈ ഒരു പക അങ്ങ് അടിച്ചമർത്തുകയാണ്, ഈ ഒരു നറേറ്റീവിനെ അങ്ങ് അടിച്ചമർത്തുകയാണ്. ഈ പക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗോത്രങ്ങൾ തമ്മിലുള്ള പകയാണ്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പകയ്ക്കുള്ള ഒരു ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ വനവുമായി ബന്ധപ്പെട്ട് വനത്തിൽ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ടെറിട്ടറി എന്ന് പറഞ്ഞ ഒരു വനത്തിൻ്റെ ഒരു മേഖലയാണ്. ആ ടെറിട്ടറിയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ശത്രുവാണ്, അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗോത്രങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു പാസ്റ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ആ പക തുടർന്ന് ഈ ഇങ്ങ് വരെ വന്ന് നിൽക്കുകയാണ്. അപ്പം മെയ്തേയും കുക്കിയായിട്ട് ഈ പകയുണ്ട്, കുക്കി നാഗായുമായിട്ട് പകയുണ്ട്. പണ്ട് ഭയങ്കര സംഘർഷം, കൊലപാതകം 90കളിൽ നടന്നതാണ് ഏറ്റവും വലിയ സംഘർഷം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. 90കളിലാണ് മണിപ്പൂർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഘർഷം നടന്നത്. ഇതിപ്പോൾ 2 മാസം കൊണ്ട് തീർന്ന സംഘർഷമാണ്. അന്ന് 4-6 വർഷം നീണ്ട സംഘർഷമാണ്. അന്നാണ് ഈ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പുറത്തോട്ട് വന്നു തുടങ്ങിയത്. ഈ നാഗ എന്ന് പറയുന്ന പോപ്പുലേഷനകത്തും ഏകദേശം 90% ക്രൈസ്തവരാണ്, കുക്കിയും 90% ക്രൈസ്തവരാണ്. അന്ന് 2 ക്രൈസ്തവ സമൂഹങ്ങൾ തമ്മിലാണെന്ന് വഴക്കുണ്ടായത്. പക്ഷെ ക്രൂരമായ കൊലപാതകം, ആളുകളെല്ലാം പലായനം ചെയ്തു. പക്ഷെ അന്നാരും ഇതിനെ ക്രൈസ്തവൻ തമ്മിലുള്ള ഇതായിട്ട് കണ്ടിട്ടില്ല. അന്ന് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം. അതിനാണ് നമ്മുടെ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞത് എത്നിക് കോൺഫ്ലിക്റ്റ്. ഇതിന് ഇംഗ്ലീഷിൽ എത്നിക് കോൺഫ്ലിക്റ്റ് എന്നാണ് വിളിക്കുന്നത്, റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല. ഈ എത്നിക് കോൺഫ്ലിക്റ്റ് ഈ കൂക്കികളാണ് ഇതിനകത്ത്, ഞാൻ അവരെ വില്ലന്മാരെന്ന് വിളിക്കത്തില്ല, പക്ഷെ എന്നിരുന്നാലും കൂക്കികൾക്കാണ് കുറച്ചുകൂടെ അഗ്രഷൻ. ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന കൂക്കികളാണ്. നാഗയോടും കാണിച്ചത് അവരാണ്, അതിന് നാഗ തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് വലിയ കൊലപാതകങ്ങൾ നടന്നത് 90കളിൽ. അന്ന് പക്ഷേ അതിനകത്ത് BJP അന്നേരത്തെ സ്റ്റാൻഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് BJP ഓപ്പോസിഷനിലാണ്, കോൺഗ്രസ്സാണ് 2 ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് BJP ഇതിനെ വെൽക്കം ചെയ്തു. വെൽക്കം ചെയ്തെന്ന് വെച്ചാൽ മണിപ്പൂരിൽ കോൺഗ്രസ് എടുത്ത സ്ട്രോങ് സ്റ്റാൻഡിനെ വെൽക്കം ചെയ്തു. അന്ന് സർക്കാരിനൊപ്പം നിന്നു. നമ്മളതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അന്ന് പോയില്ല. അത് മാത്രമല്ല, ഈ കൂക്കിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഇതിൻ്റെ ഒരു നറേറ്റീവിനെ കൃത്യമായി സത്യസന്ധമായി ജനങ്ങളോട് പറയാൻ കോൺഗ്രസ് മടി കാണിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷമം. കാരണം ഈ കൂക്കികളുടെ വിഷയം ഇവർക്ക് അറിയാം. കൂക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മിസോ എന്ന് പറഞ്ഞ ട്രൈബിനകത്ത് ഒരു വിഭാഗം മാത്രമാണ് കൂക്കി. ഇവർക്ക് പെയ്ത്ത് എന്ന് പറയുന്ന വേറൊരു സമൂഹമുണ്ട് ഇവർ ഇതിനുള്ളിൽ തന്നെ. ഈ പെയ്ത്തും കൂക്കി ഇവർ ഒരു അമ്മ പറ്റ മക്കളാണ്. രണ്ടും തമ്മിൽ എപ്പോഴും അടിയാണ്. ഇവർ തമ്മിൽ എന്നും സംഘർഷമാണ്. ഈ കൂക്കികൾ ഈ തമിഴന്മാരും തമ്മിൽ എപ്പോഴും സംഘർഷമാണ്. കാരണം അവർ കരുതുന്നത് ഞങ്ങളുടെ എക്കണോമിക്, അവിടെ അറിയാമല്ലോ നമ്മൾ വലിയ ഇൻഡസ്ട്രി എന്നുള്ള സ്ഥലമൊന്നുമല്ല, ചെറിയ തോതിലുള്ള കാട്ടിലുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസ, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ വളരെ മിനിമം റിസോഴ്സിൽ ജീവിക്കുന്ന ആളുകൾ മാക്സിമം അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുക, കൈവശപ്പെടുത്തുക എന്നുള്ള ഇതിലേക്കാണ് അവരുടെ ഉദ്ദേശം. തമിഴന്മാർ അവിടെ ജീവിച്ച് അവിടെ കടകൾ തുടങ്ങി അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവർ കരുതുന്നത് എന്താ, ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഈ പുറത്തുനിന്ന് വന്ന് എന്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു സംഘർഷം. ഇതാണ് സത്യം പറഞ്ഞാൽ മണിപ്പൂരിലെ യാഥാർത്ഥ്യം. പക്ഷേ ഇതിനെ വളച്ചൊടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നറേറ്റീവ് ഉണ്ടല്ലോ, കേരളത്തിൽ ക്രൈസ്തവർ BJPയോട് അടുത്ത് കഴിഞ്ഞാൽ BJP ഒരു എന്താ പറയുക, ഈ 15% നിന്ന് 30% പോകും എന്നുള്ള ആശങ്ക ഉള്ളത് കൊണ്ട് കോൺഗ്രസിനും ലെഫ്റ്റിനും ഇവർക്ക് രണ്ടുപേർക്കും ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഈ നറേറ്റീവിനെ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നത്, മോദി ഇതിൻ്റെ അകത്തൊരു പ്രസ്താവന നടത്തുകയോ അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്ത് സമാധാനപ്പെടുത്തണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനകത്ത് ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്, ജിയോ പൊളിറ്റിക്സിൽ. അതെനിക്ക് ഈ ക്യാമറയിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ അത് വളരെ ആധികാരികമായി പറഞ്ഞതിന് കാരണം ഞാൻ എൻ്റെ ഫോറിൻ പോളിസി, നാഷണൽ സെക്യൂരിറ്റിയിലുള്ള റിസർച്ച് ബാക്ക്ഗ്രൗണ്ടും ഞാൻ അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ പ്രവർത്തിച്ചുള്ളതുകൊണ്ട് എൻ്റെ എക്സ്പോഷർ കൊണ്ടുമാണ് ഞാൻ അത് പറയുന്നത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വെളിപ്പെടുത്താൻ പറ്റും. പക്ഷേ പോവാതിരുന്നുകൊണ്ട് അതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യയിൽ അറിയാം, രാഷ്ട്രപതി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് ഏറ്റവും നമ്മുടെ സുപ്രീം പോസ്റ്റ്. അതും ഇന്ത്യൻ ജനങ്ങളുടെ പ്രതിനിധി. ആ ജനങ്ങളുടെ പ്രതിനിധി അവിടെ പോകുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും വലിയ റാമിഫിക്കേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇന്ന് ലോക നേതാക്കളിൽ ഏറ്റവും ശക്തന്മാരായ ഒരു 4-5 നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മോദിയാണ്. രണ്ടാമത്തെ ചൈനയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്സ് അതിന് തീർച്ചയായിട്ടും വലിയ റാമിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഒരു കാര്യം കൂടെ അത് പിടിച്ചു നോക്കിയിട്ട്, മറ്റ് പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ പള്ളി തകർക്കുന്ന പടങ്ങളൊക്കെ പലതും വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത്. അതിനകത്ത് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ പല വിഷയങ്ങളും എൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പം അന്വേഷിച്ച് ചെന്നുമ്പോഴത്തേന് ഇതിനകത്തുള്ള പിന്നെയുള്ള കാരണങ്ങളൊക്കെ പലതും വേറെയാണ്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഇലക്ഷൻ സമയമാകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കയറി വരുന്നത്. ഇത് 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, മെജോറിറ്റി അതിനകത്തുള്ള ഒരു 80% പഴയതായിരിക്കും. അവരവിടുന്ന് തപ്പിയെടുത്തുകൊണ്ട് വരും. സോഷ്യൽ മീഡിയയുടെ സമയമല്ലേ, എവിടെ നിങ്ങളൊക്കെ തപ്പിക്കൊണ്ട് വരും. 2006 നടന്നത്, 2010 നടന്നത്, 2011 നടന്നത് പറഞ്ഞിട്ട് പൊക്കൊണ്ട് വരും. ഒന്ന്, ഈ തെലങ്കാനയിലെ ഈ CSI സഭയിലൊരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് കുർബാനായിട്ട് ഒരു അച്ഛനടി കൊടുത്ത് ചോരൊലിപ്പ് സംഭവം ഇന്നലെ എനിക്ക് ഒരാൾ അയച്ചു. എനിക്കറിയാം, ഞാൻ വീഡിയോ അതാണ് ഞാൻ വരുന്ന രണ്ടാമത്തെ ഘടകം. ഞാൻ പലപ്പോഴും ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പം ഇതിൻ്റെ പിന്നിലുള്ള BJPക്കോ മെയിൻ സ്ട്രീം സംഘത്തിനോ ഒരു റോളും കാണത്തില്ല. ഈ സംഘം എന്ന് പറയുന്നൊരു വലിയൊരു വടവൃക്ഷമാണ്. ആ വടവൃക്ഷത്തിൻ്റെ ഐഡിയോളജിക്കകത്ത് നിൽക്കുന്നവരുണ്ട്, അതിന് പുറത്ത് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു.
എന്ന് പറഞ്ഞ് നാഥുറാം ഗോഡ്സെ RSS കാരനൊന്നും അല്ലായിരുന്നു. നാഥുറാം ഗോഡ്സെ സ്വന്തമായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടായി വേറെ രീതി പോകുന്ന ഒരാളാണ്. ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നവരും ഉണ്ടായിരുന്നു. RSSന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭയായിരുന്നു. കാരണം അവർക്ക് RSSുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. അവർ പറഞ്ഞ് ഇതൊന്നും പോരാ, നമുക്ക് വേറെ തീവ്രമായ പല കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും ഇങ്ങനൊരു തീവ്ര സ്വഭാവം ഭാരതം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമേ അല്ല. കാരണം ഭാരതത്തിൻ്റെ ഒരു പൈതൃകം, ഞാൻ പഠിച്ച ഒരു പൈതൃകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഭാരതത്തിനില്ല. നമ്പർ 1. നമ്പർ 2, ആരെങ്കിലും ആശ്രയം ചോദിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ നാളെ മതപരിവർത്തനം നടത്തുമോ അല്ലെ അവൻ നാളെ എന്നെ കൊല്ലുമോ ഇതൊന്നും ചിന്തിക്കാതെ ആശ്രയം കൊടുത്തിട്ടുള്ള ആളുകളാണ്. നമുക്ക് ജൂതന്മാരുടെ കഥ അറിയാം, ഇപ്പം പാഴ്സികളുടെ കഥ അറിയാം, എന്തിന് മുസ്ലിങ്ങൾ പോലും പുറത്തുനിന്ന് വന്നതാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. അത് നമ്മുടെ DNA യിലുണ്ട്. എനിക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഞാൻ നോർത്തിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ DNA ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ സംഘത്തിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, സദ്ഗുണ വികൃതി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലൊരു നല്ല ഗുണം കൊണ്ട് നമ്മൾ അവനെ അംഗീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും. ഇത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പോയി പ്രസംഗിച്ചപ്പം അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്. അതായത് ഈ നോർത്തിലെ അതായത് വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു സെക്യുലറിസവും നമ്മുടെ സെക്യുലറിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സെക്യുലറിസം കുറച്ചുകൂടെ ടോളറൻസ് ബേസ്ഡ് ആണ്. നമ്മുടെ സെക്യുലറിസം പറഞ്ഞാൽ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ബേസ്ഡ് ആണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷാജൻ സ്കറിയയെ സഹിക്കാം, അതാണ് ടോളറൻസ്. പക്ഷേ ഞാൻ ഷാജൻ സ്കറിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, എൻ്റെ ഒരു സഹോദരനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഹിന്ദു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഭാരതം മുമ്പോട്ട് വെക്കുന്ന സംസ്കാരത്തിൽ ഇതാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിച്ചത്. ഇതിൻ്റെ ഒരു DNA ഭാരതത്തിൻ്റെ ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു 99.9% ഹിന്ദുക്കളും അല്ലെങ്കിൽ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളും എല്ലാം അതിൽ ഉറച്ചു പോകുന്ന ഒരാളുകളാണ്. ഒരു 0.01% ഇച്ചിരി ഫ്രിഞ്ച് എന്ന് തന്നെ അവരെ വിളിക്കണം. അങ്ങനെ കുറേ ഫ്രിഞ്ച് എലമെൻറ്റ്സ് അത് എല്ലാ രാഷ്ട്രീയ ഐഡിയോളജീസിലുണ്ട്. CPM-ലില്ലേ, അല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലില്ലേ, അവരാണ് നക്സലൈറ്റ് എന്ന് വിളിക്കുന്നത്, മാവോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ഈ ജനാധിപത്യ രീതികളിൽ വിശ്വാസമില്ല. അതുകൊണ്ട് അവർ പറയും ഞങ്ങൾ വിപ്ലവം തോക്കിൽ കൂടി മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴും ഇംപ്രാക്ടിക്കലായിട്ടുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ബസ്താറിലെ കാട്ടിപ്പോയി കിടക്കുന്നില്ലേ കുടിയും കൊണ്ടുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഐഡിയോളജിക്കൽ ഒരു വലിയ അംബ്രലയ്ക്കകത്ത് ഇങ്ങനെ കുറേ ഫ്രിഞ്ച് ഉണ്ട്. ഈ ഫ്രിഞ്ചാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ബ്ലെയിമും അതിൻ്റെ ദോഷവും കേൾക്കുന്ന എല്ലാം BJP ആണ്. അതാണ് വാസ്തവം. അതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. ശരിയാണ്, ഇതിനെ പരിഹരിക്കേണ്ടതും BJP സംഘമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ഡിസ്കഷൻ, ഒരു ഡയലോഗിൽ കൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സംഘം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് അറിയത്തില്ല, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് അറിയത്തില്ല. ക്രൈസ്തവ സഭകൾ എന്താണെന്നും അവരുടെ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് എന്താണെന്നും അവരുടെ ക്യാരക്ടർ എന്താണെന്നും സംഘത്തിനും BJPക്കും അറിയത്തില്ല. നാഷണൽ BJPയുടെ കാര്യമാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോമൺ അജണ്ട അല്ലെങ്കിൽ കോമൺ പോയിന്റ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് ഇടപഴകണം, കുറച്ചുകൂടെ അടുത്ത ഡയലോഗ്സ് ഉണ്ടാവണം. അത് ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞങ്ങളെപ്പോലൊക്കെ വന്നിട്ടാണ്, നമ്മളെപ്പോലൊരു വളരെ കുറച്ചാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്ത് വരുന്ന സമയത്ത് പലരും ചോദിക്കാറ് നീ എന്തിനാണ് BJP ആവുന്നത്, ഒരു ഭാവിയില്ലാത്ത പാർട്ടിയല്ലേ. ഇന്ന് പലരും പറയുന്നത് നീ എന്ന് പറഞ്ഞ് ശരിയായിരുന്നു, ഇനി ഭാവിയുള്ള പാർട്ടി BJP ആണ്, നീ അന്ന് പോയത് നന്നായി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല പോയത്, അത് പോയി. അപ്പം ഈ ഒരു BJPക്ക് ഇന്ന് ഒരു മാറുന്ന BJP, ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരു മാറുന്ന BJP, ഒരു മാറുന്ന സംഘം, ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. അത് കാലോചിതമായിട്ടാണ് അത് മാറുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെയും ഓരോ ക്യാരക്ടർ അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഘവും BJP അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അക്സെപ്റ്റൻസ് ലെവൽ കൂടുതലായി നമ്മളൊരു ഡിസ്കഷൻ ഡയലോഗിൽ കൂടെ ഈ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംഘത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് നേരിട്ട് ഇടപെടുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഞാൻ പല ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം മധ്യപ്രദേശിൽ ഒരു ചെറിയൊരു വിഷയം നടന്ന സമയത്ത് സംഘം ഇടപെട്ടു, വളരെ പ്രൊയാക്റ്റീവായിട്ട് ഇടപെട്ടു. ആ പ്രശ്നം ഇമ്മീഡിയറ്റായിട്ട് പരിഹരിക്കുകയും ചെയ്തു. ആ ഇടപെടലിന് സാധ്യമാകുന്നത് തമ്മിൽ പരിചയം ഉണ്ടെങ്കിലാണ്. ഇപ്പം ഞാനും ഷാജൻ സ്ക്രീൻ തമ്മിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഷാജൻജിയുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടത്തില്ലോ, നമ്മൾ തമ്മിൽ അറിയാം, അപ്പോഴെന്നല്ലേ എന്നെ ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പരിചയപ്പെടലും ഒരു ബന്ധവും അത് പതുക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് BJP സംഘവും. ഈ പല ഇത്തരത്തിലുള്ള നേതാക്കളും നിങ്ങൾ പറയുന്ന മാതിരി ഒരു പക്ഷേ ഫ്രിഞ്ച് എലമെൻറ്റ്സ് ആകാം. അത്തരം പല നേതാക്കളും നടത്തുന്ന വളരെ വിവാദമായ പ്രസ്താവനകൾ, ഉദാഹരണത്തിന് BJPയുടെ MP ആയിരുന്ന പ്രഗ്യാ സിംഗ് ഒക്കെയുള്ള നടത്തുന്ന പ്രസ്താവനകൾ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് BJPയുടെ നിലപാടല്ല, RSS നിലപാടെന്ന് പറയാനോ തയ്യാറാവാത്തത്. ഇപ്പം ഷാജൻജി തന്നെ പറഞ്ഞ ഒരു പേരാണ് പ്രഗ്യാ സിംഗ്, ആനന്ദ് ഹെഗ്ഡെ എന്നൊരു പേര് ഇടുന്നുണ്ട്. രണ്ടുപേർക്ക് ഈ പ്രശ്നം ടിക്കറ്റ് ഇല്ലല്ലോ, അതാരും ശ്രദ്ധിച്ചോ? രണ്ടുപേരും ലോക്സഭ മത്സരിക്കുന്നില്ലല്ലോ. അല്ല, പ്രഗ്യാ സിംഗിന് വാസമായതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ പറയുന്നില്ല, രണ്ടുപേരും ലോക്സഭ മത്സരിക്കുന്നില്ലോ. എൻ്റെ സ്റ്റേറ്റ്മെന്റ് അത്രേ ഉള്ളൂ. അല്ല, പലപ്പോഴും ആൾക്കൂട്ട മർദ്ദനമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് തള്ളി പറഞ്ഞുകൂടെ? ഇത് നമ്മുടെ നിലപാട് കൃത്യമായിട്ട് തള്ളി പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു തള്ളി പറയുന്നില്ല എന്നുള്ളത്? കൃത്യമായിട്ട് അത് BJPയുടെ നാഷണൽ ലീഡർഷിപ്പ് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തള്ളി പറയുന്നുണ്ട്. അത് BJPയുടെ അജണ്ടയിൽ പെടുന്ന കാര്യമേ അല്ല. BJP എന്നും ഇൻക്ലൂസിവിറ്റിയുടെ അജണ്ടയിൽ പോകുന്ന ആളാണ്, ഒരു പ്രസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു വലിയൊരു നീഡ് ബേസ്ഡ് ഒന്നും അല്ല. എന്നിരുന്നിട്ട് കൂടിയും BJP ഇൻക്ലൂസിവിറ്റിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 എക്സാമ്പിൾ,
ഇപ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ 2% വരുന്ന ഒരു മൈനോറിറ്റി, അല്ലെങ്കിൽ സിഖ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു 2% വരുന്ന മൈനോറിറ്റി. ഈ രണ്ടിനെ പുറകെ പോകണമെന്ന് ബി ജെ പിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ, ഇലക്ട്രലി നോക്കിക്കഴിഞ്ഞാൽ. എന്നിട്ടും ബി ജെ പി അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ശ്രമങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂട്ട് ശ്രീമാൻ മൻമോഹൻ സിംഗോടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. PM ക്രിസ്ത്യൻ സമൂഹത്തോട് അടുക്കാൻ വേണ്ടി എടുത്ത എഫേർട്സ്, എത്ര മീറ്റിങ്ങുകൾ, എത്ര നമുക്ക് തന്നെ അറിയാം. എല്ലാ 2 മാസം കൂടുമ്പോഴും PM ഏതെങ്കിലും ഒരു ബിഷപ്പായിട്ടുള്ള മീറ്റിംഗ് വരും. താഴെത്തട്ടിലേക്കും അധികം പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ലെവലിൽ നടക്കുന്നുള്ളൂ. BJPയുടെ പല നേതാക്കന്മാരും പോകുന്ന മീറ്റിംഗ്സുകൾ എന്തിനാണ് ഈ എഫേർട്ട് എടുക്കുന്നത്? പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ ശരിയാണ്, കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇവിടെ ജയിക്കണം. ഇപ്പം ഞങ്ങൾക്കൊക്കെയാണ് കേരളത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ വഴി സപ്പോർട്ട് വേണം. ദേശീയ തലത്തിൽ BJPക്ക് ഒരു അജണ്ട മുമ്പോട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ ഇലക്ട്രലി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ വെക്കുന്നത് BJPയുടെ ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ്. ശരി, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് ഒന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും കേരളത്തിലൊരു നല്ല ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻസ്. അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻസിനെ കൂടി ചേർത്ത് മാത്രമേ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിനുള്ളൊരു സീരിയസ് അറ്റംപ്റ്റ് ഇപ്പോൾ അനൂപ് ജോസഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ അൽഫോൻസ് കണ്ണന്താനത്തിനെയോ ജേക്കബ് അങ്ങനെ 2-3 പേര് കൊണ്ടുവന്നിട്ടല്ലാതെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വാസത്തിലെടുത്ത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്ത് മുമ്പോട്ടുള്ള അറ്റംപ്റ്റ് നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇത് മുകളിൽ കാണുന്ന കുറേ പേരുകൾ മാത്രമല്ല ഷാജിജി പറഞ്ഞുള്ളൂ. ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് തലങ്ങളിലാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വോട്ട് നടക്കേണ്ടത് ബൂത്തിലാണ്. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടക്കേണ്ടത് പഞ്ചായത്ത് തലത്തിലാണ്. ഈ സംസ്ഥാനത്ത് നടക്കുന്ന എന്താണ് വലിയ റാലികൾ, ഈ പഞ്ചായത്ത് തലത്തിലുള്ള ക്യാമ്പയിനുകളെയൊക്കെ ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് സംസ്ഥാന തല നേതാക്കന്മാരുടെ മെയിൻ ഒരു പ്രവർത്തനം. പക്ഷേ ഏറ്റവും കൂടുതൽ ബേസിക് ഗ്രാസ് റൂട്ട് വർക്ക് നടക്കേണ്ടത് പഞ്ചായത്ത് ലെവലിലാണ്. ആ പഞ്ചായത്ത് തലത്തിൽ നിങ്ങളൊരു സ്റ്റഡി നടത്തി നോക്കിയോ. ഒരു 10 വർഷം മുമ്പ് ഇപ്പം ഷാജിജി വരുന്ന ഇപ്പോൾ എരുമേലി പഞ്ചായത്തല്ലേ, അപ്പം ആ ഭാഗത്തുള്ള ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് നോക്കുക, ഇപ്പോഴത്തെ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് നോക്കുക. അന്ന് ഒരു പേരിന് പോലും ഒരു ക്രിസ്ത്യാനിയത് കാണത്തില്ല. ഇന്നെടുത്ത് നോക്കിയോ എന്തുമാത്രം ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയുന്നത്. അതെ, അങ്ങനെ ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. കാരണം ഇത് BJP ഇപ്പോൾ ക്രിസ്ത്യാനിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ക്രിസ്ത്യാനികളെല്ലാം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നേതാവാകുമോ? അതൊന്നുമല്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ്സിൽ വരികയാണ്. ആളുകൾ താല്പര്യം കൊണ്ട് വരികയാണ്. എത്ര പേരാണെന്നറിയോ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വിളിക്കുകയാണ്, ഞാനിപ്പോൾ റിട്ടയർ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, ഞാനൊരു ക്രൈസ്തവനാണ്, പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, എനിക്ക് മോദിജി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് BJP ഒന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാം, എന്താണ് അങ്ങനെ വിളിക്കുന്നവരുണ്ട്. ചെറുപ്പക്കാർ, ചേട്ടാ ഞങ്ങൾക്ക് ഒരു ക്ലബ്ബുണ്ട്, അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾ ക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് മോദിജി വലിയ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എങ്ങനെ BJP പ്രവർത്തിക്കാൻ വരും. ഇങ്ങനെ എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ BJPയിലേക്ക് നാച്ചുറൽ പ്രോസസ്സിൽ വരും. അപ്പോൾ നാച്ചുറൽ പ്രോസസ്സിൽ അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നവർ നമ്മൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരും. ശരിയാണ്, സംസ്ഥാന തലത്തിൽ ചിലപ്പം വലിയ ലീഡർഷിപ്പ് റോൾ ആയതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷേ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരവധി ആളുകളെ കാണാൻ സാധിക്കും. BJP മോദി 3ാം തവണ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്കറിയില്ല, വരാനുള്ള സാധ്യത വരുമെന്നാണ് ഞാൻ എന്തൊരു സംശയം പോലെ. ഒരു സംശയം വേണ്ട, മോദി തന്നെയാണ്. ശരി, സംശയമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും 100% കറക്റ്റ് ആണെന്ന് നമ്മൾ ആരും ബാധിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം കൊണ്ടാണ്. കാരണം മോദി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ വലിയൊരു ചർച്ചാ വിഷയമാണ്, ഒരു പ്രതിഭാസമാണ്. കാരണം ഇതേ മോദി തന്നെയാണ് പണ്ട് അമേരിക്ക വിസ കൊടുക്കാതെയും അങ്ങനെയൊക്കെ ചെയ്തത്. നമുക്ക് വാക്സിൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ ലോക രാഷ്ട്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത്, ചെറിയ രാഷ്ട്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത്? ആ ഗുഡ് വില്ലാണ് ഇന്ന് 10 വർഷം കഴിഞ്ഞ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ? 3ാം മോദി സർക്കാർ എന്ത് പദ്ധതിയാണ് ഇനി പുതുതായി 10 കൊല്ലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇനി എന്താണ് പുതുതായിട്ട് ഉണ്ടെന്ന്? 3ാം മോദി സർക്കാർ ഭാരതത്തെ ആക്കാൻ പോകുന്നത് ലോകത്തിലെ 3ാം ലോകശക്തിയായ രാഷ്ട്രമാക്കി മാറ്റും.